ഏറ്റവും കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് വൈകിട്ട് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇതേപോലെ കുട്ടി കുട്ടി സ്നാക്സ് ആട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. കണ്ടോ, 2 ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ എത്ര കഴിച്ചാലും കൊതി തീരാത്ത അടിപൊളി ടേസ്റ്റിലുള്ള സ്നാക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ ചെറിയ ജീരകം ഓട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള നല്ലോണം തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ എരിവിന് വേണ്ടി 2 പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി ശരിക്കും സവാളയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു പരുവത്തിലാവുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. ഇനി പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും അത്രയും തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളൊന്നും ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. നന്നായിട്ട് തന്നെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുന്നവരെ ശരിക്കും ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്കാണ് മീഡിയം വലുപ്പത്തിലുള്ള ഒരു 2 ഉരുളക്കിഴങ്ങ് നല്ലോണം തന്നെ വേവിച്ച് ഉടച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 4 എണ്ണം വരെയൊക്കെ എടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മാത്രം മതിയാവും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൊണ്ട് മിക്സ് ആക്കി എടുത്താലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പൊട്ടറ്റോ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മിക്സ് ഒക്കെ നല്ലോണം തന്നെ ഒന്നും കൂടെ റെഡിയായി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് കട്ടിയല്ല എന്നാൽ നല്ല ലൂസും അല്ലാത്ത രീതിയിൽ നമുക്കൊന്നും ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കണം. ഇതേപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നല്ലോണം തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളം ആദ്യമേ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ഇതേപോലെ നോക്കിയിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിലായിട്ട് നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇടല്ലോ, അത് വലിയ ചൂടൊക്കെ ഒന്ന് ആറുന്നതിന് മുമ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചെറിയൊരു ചൂടുണ്ട്, നമ്മുടെ കയ്യിലെടുത്ത് കുഴയ്ക്കാൻ പറ്റാവുന്ന ആ ഒരു ചൂട് മാത്രമേ ഉള്ളൂ. ഇനി ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 ബ്രെഡ് മിക്സർ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടി പൊടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നല്ലോണം തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുറം ഭാഗമൊക്കെയാണെങ്കിലും നല്ലോണം തന്നെ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മതി. അതും കൂടി ചേർത്ത് കൊടുത്ത് ബ്രെഡിൻ്റെ ആ ഒരു മിക്സും ഉരുളക്കിഴങ്ങും കോൺഫ്ലവറും എല്ലാം കൂടി ചേർത്ത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ നല്ലോണം തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കലാണ്. അതിനായിട്ട് നമ്മുടെ ഈ മാവിൻ്റെ നേർപകുതി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകിൽ ചപ്പാത്തി പലകയിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്കോ മാറ്റിയിട്ട് ഇതേപോലെ നീളത്തിൽ ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നീളത്തിൽ പതുക്കെ ഒന്നും കൂടെ റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിലും കൂടി ഒന്നും കൂടെ ആക്കി കൊടുക്കുക കേട്ടോ. ഉണ്ടോ, മേൽഭാഗം ഇതേപോലെ ഒന്നും കൂടെ ആക്കി കൊടുക്കുക. നല്ലോണം തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ചെറുതായ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയായിട്ട് സ്നാക്സ് നമുക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം വലിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്നാക്സ് അല്ലേ കിട്ടുള്ളൂ. ഇതാവുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഒരുപാട് വലിപ്പത്തിലും വേണ്ട, ഒരുപാട് എന്നാൽ തീരെ കനം കുറച്ചും വേണ്ട, ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി. അതിനുശേഷം ഓരോന്നും കയ്യിലെടുത്ത് 3 സൈഡും ഇതേപോലെ തന്നെ ഒന്നും കൂടി ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തതും കയ്യിലെടുത്ത് ഇതേപോലെ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. ബാക്കി മാവ് മുഴുവൻ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കോട്ട് ചെയ്തും കൂടി എടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നല്ലോണം തന്നെ ഒന്നും കൂടെ കവർ ചെയ്തെടുക്കാം. ഞാൻ വേറെ ഒരു 3 ബ്രെഡ് മിക്സർ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ പൊടിച്ചെടുത്തതാ കേട്ടോ. അതാണ് അങ്ങനെ എല്ലാ സ്നാക്സും ഇതേപോലെ തന്നെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് ഒന്നെങ്കിൽ ഇപ്പം തന്നെ ഫ്രൈ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. അതിനുശേഷം ആവശ്യാനുസരണം ഫ്രൈ ചെയ്താലും മതി കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, നേരെ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സ്നാക്സും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒരു വശമൊക്കെ റെഡിയായി കഴിയുമ്പോൾ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് രണ്ട് വശം നല്ലോണം തന്നെ കളറൊക്കെ ഒന്ന് മാറി റെഡിയായി കഴിയുമ്പോൾ നമുക്കിവിടെ കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുത്ത് രണ്ട് വശം റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുത്ത് നല്ല ചൂട് ചായയുടെയും ടൊമാറ്റോ സോസിൻ്റെയോ ചില്ലി സോസിൻ്റെയോ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. നമുക്കുണ്ടല്ലോ എത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന സ്നാക്സ് ആണ്. 2 ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ച് ഒരു മസാല റെഡിയാക്കി ഷേപ്പാക്കി എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. കുറഞ്ഞ ചേരുവയിൽ ഒരു പ്ലേറ്റ് നിറയെ അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വെന്ത് പുറംഭാഗമൊക്കെ ആണെങ്കിലും നല്ലോണം തന്നെ മുരിഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂട് ചായയുടെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.